പാലക്കാട് ആരാവും സെക്രട്ടറി. പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ മത്സരം ഒഴിവാക്കാൻ ശ്രമം. EN സുരേഷ് ബാബുവിനെ നിർദ്ദേശിച്ച ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ. VK ചന്ദ്രനെ സെക്രട്ടറിയാക്കാനാണ് ശശിയുടെ ശ്രമം. NN കൃഷ്ണദാസിനെ സെക്രട്ടറിയാക്കണമെന്ന് ശശി വിരുദ്ധപക്ഷം വാദിക്കുന്നു. ഇതിനിടയിലാണ് സംസ്ഥാന നേതാക്കൾ സമവായ നീക്കവുമായി രംഗത്ത് വന്നത്. പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, എന്താണ് സാഹചര്യം? ഗോപി, ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന നേതൃത്വം അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇന്ന് രാവിലെ 9:30 ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, PK ശശി, സുരേഷ് ബാബു തുടങ്ങിയ നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കും. മറ്റ് 10 അംഗങ്ങളിൽ മറ്റംഗങ്ങൾ കൂടി അല്പസമയത്തിനകം തന്നെ എത്തും. 9:30 ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു പേരിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ ചർച്ചയിൽ ഉണ്ടാകുക. 2 പേരുകളാണ് ഇപ്പോൾ ഈ ജില്ലയിലെ പ്രധാന ഗ്രൂപ്പുകൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഒന്ന് CK രാജേന്ദ്രൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ചിറ്റൂരിൽ നിന്നുള്ള EN സുരേഷ് ബാബുവിനെയാണ്. അതോടൊപ്പം PK ശശി, VK ചന്ദ്രനെ ജില്ലാ സെക്രട്ടറിയാക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ 2 പേരുകളിൽ ഒരു സമവായത്തിലേക്ക് ഒന്നിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എങ്കിൽ മാത്രമേ മറ്റൊരു പേരിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ ചന്താമരാക്ഷൻ ഒരു സമവായം എന്ന നിലയ്ക്ക്, ഒരു ഒത്തുതീർപ്പ് എന്ന നിലയ്ക്ക് ചന്താമരാക്ഷനെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് അങ്ങനെയാണെങ്കിൽ മാത്രമേ മുന്നോട്ട് ഉയർന്നു വരികയുള്ളൂ. NN കൃഷ്ണദാസിനെ ജില്ലാ സെക്രട്ടറിയാക്കണമെന്ന് ശശി വിരുദ്ധപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെയെല്ലാം തന്നെ അത്തരമുള്ള ആലോചനകളാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും വലിയ തോതിലുള്ള മത്സരം ഒഴിവാക്കുന്നത് എന്നതിന് തന്നെയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ രാധാകൃഷ്ണൻ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇപ്പോൾ കൊല്ലത്ത് കൊടിയേരി മാധ്യമങ്ങളെ കാണുന്ന തത്സമയം. ഇപ്പോൾ ബന്ധപ്പെട്ട ആളുകളെ അതിൻ്റെ പ്രതിനിധികളെ എല്ലാ സ്ഥലത്തും വിളിച്ചു കൂട്ടുന്നുണ്ടല്ലോ. മന്ത്രിമാർ പങ്കെടുത്ത് ജില്ലാതലത്തിൽ യോഗങ്ങൾ നടത്തുന്നുണ്ട്. ആശങ്കയുള്ള ആളുകൾക്കാണെങ്കിൽ ആശങ്ക ദൂരീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെൻറ് നടത്തും. ഗവർണർക്ക് ഡീലിറ്റ് നൽകാതെ രാജ്യത്തെ തന്നെ അവമാനിക്കുന്ന നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. അല്ല, ആർക്ക് ഡീലിറ്റ് കൊടുക്കണമെന്നൊക്കെ സർവകലാശാലകൾ തീരുമാനിക്കേണ്ടതാണ്. അതിൽ ഗവൺമെൻറ്റിനോ മറ്റുള്ളവർക്കോ ഒന്നും ഇടപെടാൻ സാധിക്കുന്നില്ല. ഇതിനു മുമ്പ് ഒരു രാഷ്ട്രപതിക്കും സർവകലാശാല ഇവിടെ ഡീലിറ്റ് കൊടുത്തിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു KR നാരായണൻ. അദ്ദേഹത്തിന് ഡീലിറ്റ് കൊടുക്കാനൊക്കെ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം തന്നെ അത് സ്വീകരിച്ചിട്ടില്ല. അതാണ് കേരളത്തിലുള്ള കീഴ്വഴക്കം. അപ്പോൾ അതിന് വ്യത്യസ്തമായ വിവാദത്തിന് എന്താണ് അടിസ്ഥാനം എന്ന് അറിയുന്നില്ല. അത് ഗവർണർ ഇങ്ങനെ പറഞ്ഞു എന്നാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഗവർണർ തന്നെ പറയട്ടെ, ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, അത് കേൾക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഗവർണർ പറയട്ടെ. വേറെ മൂന്നാമത്തെ കക്ഷികൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോലീസിനെതിരെയുള്ള വീഴ്ചകളും വിമർശനങ്ങളും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേന്നൊരു വിദേശിയോട് പോലീസ് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഏറ്റവും പുതിയ ആരോപണം. കുറച്ച് വീഴ്ച ഉണ്ടാകുന്ന ഒരു പരാജയമാണെന്നുള്ള സമ്മേളനത്തിലൊക്കെ വിമർശനം ഉണ്ടാകുന്നുണ്ടല്ലോ. സമ്മേളനത്തിൽ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അത് നിങ്ങൾ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ഇവിടെ പോലീസിനെതിരായിട്ട് ഒറ്റപ്പെട്ട ചില വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സർക്കാർ ഇടപെട്ട് അത്തരം പ്രശ്നങ്ങൾ നടപടിയെടുക്കുന്നുണ്ട്. തെറ്റ് ചെയ്ത് ആരെയും സംരക്ഷിക്കുന്ന പ്രശ്നം ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവില്ല. ടൂറിസം ആഭ്യന്തരം കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. അപ്പോൾ വിദേശികളിൽ പോലീസ് അങ്ങനെ പെരുമാറിയത് ശരിയായ രീതിയായിരുന്നു. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. അത് തെറ്റ് ചെയ്തിട്ടുള്ള ഓഫീസർമാരുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് യുക്തമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. ഈ ഡിലിറ്റ് വിവാദത്തിൽ പ്രതിപക്ഷത്തിൽ തന്നെ ഒരു അനൈക്യമാണ്. മുൻ പ്രതിപക്ഷത ഒന്ന് പറയുന്നു, ഇപ്പോഴത്തെ പ്രതിപക്ഷത മറ്റൊന്ന് പറയുന്നു. അത് പ്രതിപക്ഷത്തെ എപ്പോഴും അനൈക്യമാണല്ലോ. അതൊരു പ്രാധാന്യമുള്ള കാര്യമല്ല. അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. അവർ തീർക്കട്ടെ. ശരി. CPM കൊല്ലം ജില്ലാ സെക്രട്ടറിയായി S. സുദേവൻ തുടർന്നേക്കും. സംസ്ഥാന നേതൃത്വത്തിന് താൽപ്പര്യം സുദേവനെയാണ്. എന്നാൽ ചില ജില്ലാ നേതാക്കൾക്ക് എതിരഭിപ്രായമുണ്ട്. സുദേവന്റെ അനാരോഗ്യവും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. മേഴ്സിക്കുട്ടിയമ്മയുടെയും K. സോമപ്രകാശിന്റെയും പേര് ഒരു വിഭാഗം സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നു. ചിന്താ ജെറോം ഉൾപ്പെടെയുള്ളവർ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. വിനോദാണ് ചേരുന്നത്. വിനോദ്, നിലവിലെ സാഹചര്യങ്ങൾ എന്താണ്?
CPM കൊല്ലം ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പുതിയ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. സുദേവൻ നിലവിലെ സെക്രട്ടറി തന്നെ തുടരുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതേസമയം 42 അംഗ ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് 6 പേരോ അല്ലെങ്കിൽ 8 പേരോ കൂടുതലായി ഈ കമ്മിറ്റിയിലേക്ക് വരും. അതിൽ തന്നെ 5 പേരെ വനിതകളായി ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 പേരെ കമ്മിറ്റിയിലുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പുതുതായി ആളുകൾ കമ്മിറ്റിയിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. എം നൌഷാദ് MLA ഉൾപ്പെടെയുള്ളവർ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയേക്കും. അദ്ദേഹം 2 തവണ MLA ആവുകയും നേരത്തെ നഗരസഭാ ചെയർമാൻ ആവുകയും ഒക്കെ ചെയ്ത ആളാണെങ്കിൽ കൂടി ഇതുവരെയും ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയിരുന്നില്ല. അതുപോലെ തന്നെ ചിന്താ ജെറോമിന്റെ കാര്യവും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ ചിന്താ ജെറോം കമ്മിറ്റിയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. MP സോമപ്രസാദിന്റെ പേരും മുൻ മന്ത്രി J മെഴ്സിക്കുട്ടിയമ്മയുടെ പേരും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. അതേസമയം സുദേവൻ തുടരും എന്ന ഒരു സൂചന തന്നെയാണ്. അതായത് സംസ്ഥാന നേതൃത്വം സുദേവനെ വീണ്ടും സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കാം എന്നൊരു നിലപാടിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതേസമയം ഏരിയ കമ്മിറ്റികളുടെ ഭാഗത്തു നിന്ന് വ്യാപകമായ വിമർശനമാണ് സുദേവനെതിരെ ഉണ്ടായത്. തിരഞ്ഞെടുപ്പിന്റെ ഏകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായി. വോട്ട് കുറയുന്നതിനടക്കമുള്ള കാര്യങ്ങൾ 2 മണ്ഡലങ്ങളിലെ തോൽവിയുണ്ട്. കരുനാഗപ്പള്ളിയിലാണെങ്കിൽ വിഭാഗീയത അതിരൂക്ഷമാണ്. അവിടെ നിന്നുള്ള വസന്തനെ നേരത്തെ ഏരിയ കമ്മിറ്റിയിലേക്ക് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തിയിരുന്നു. അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതയും വിരളമാണ്. ശരി. രാജ്യത്തെ കോവിഡ് കേസുകളിൽ വീണ്ടും വർധന തുടരുന്നു. മഹാരാഷ്ട്രയിൽ 9,170 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നിയന്ത്രണങ്ങളിൽ ശക്തമാക്കിയെങ്കിലും ഒമിക്രോൺ രോഗികളുടെ എണ്ണത്തിലും വർധന തുടരുകയാണ്. 15 മുതൽ 18 വയസ്സ് വരെയുള്ള വാക്സിനേഷൻ നാളെ തുടങ്ങും. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം 8,949 രോഗികളാണ് ഉണ്ടായിരുന്നത്. 24 മണിക്കൂറിനിടെ രോഗികളുടെ എണ്ണം 9,170 ഉയർന്നു. ഇതിൽ 6,317 രോഗികളും മുംബൈയിലാണ്. ഒമിക്രോൺ രോഗികളുടെ എണ്ണം 460 ഉയർന്നു. പശ്ചിമ ബംഗാളിലും രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണുള്ളത്. 4,512 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഡൽഹിയിൽ 2,716, കേരളത്തിൽ 2,435, കർണാടകയിൽ 1,033 എന്നിങ്ങനെയാണ് കണക്കുകൾ. അതേസമയം 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വാക്സിനേഷനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ്. ഓൺലൈൻ വഴിയും സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയും വാക്സിൻ സ്വീകരിക്കാം. വാക്സിനേഷൻ നാളെ ആരംഭിക്കും. ജനുവരി 10 മുതലാണ് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കരുതൽ വാക്സിനേഷൻ ആരംഭിക്കുക. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമല്ല, വാക്സിനേഷൻ സെന്ററിൽ നേരിട്ടെത്തുന്നവർക്കും വാക്സിൻ ലഭിക്കും. ആരോഗ്യ പ്രവർത്തകർ, മുന്നണി പോരാളികൾ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉള്ളവർ തുടങ്ങിയവർക്ക് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാനാകും. ന്യൂസ് 18 ഡൽഹി. ഒമിക്രോൺ നിയന്ത്രണത്തിനായുള്ള രാത്രി കർഫ്യൂ ഇന്നും കൂടി തുടരും. സംസ്ഥാനത്തെ കുട്ടികളുടെ കോവിഡ് വാക്സിനേഷനായി ആരോഗ്യവകുപ്പ് കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. ബുധനാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ആശുപത്രികളിൽ വാക്സിൻ നൽകും. ഒമിക്രോൺ നിയന്ത്രണത്തിനായുള്ള 4 ദിവസത്തെ രാത്രി കർഫ്യൂ ഇന്ന് അവസാനിക്കും. കൂടുതൽ നിയന്ത്രണം വേണോ എന്ന് അവലോകന യോഗം തീരുമാനിക്കും. സംസ്ഥാനത്ത് 109 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് കുട്ടികളുടെ കോവിഡ് വാക്സിനേഷൻ കർമ്മ പദ്ധതിയും ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചു. ജനറൽ, ജില്ലാ, താലൂക്ക് ആശുപത്രികളിലും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും ബുധനാഴ്ച ഒഴികെയുള്ള 6 ദിവസങ്ങളിലും കുട്ടികൾക്ക് വാക്സിൻ നൽകും. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വ, വെള്ളി, ശനി, ഞായർ എന്നീ 4 ദിവസങ്ങളിലും വാക്സിനേഷൻ ഉണ്ടാകും. കുട്ടികളുടെ വാക്സിനേഷനായി ആശുപത്രികളിൽ പ്രത്യേക കേന്ദ്രങ്ങൾ സജ്ജമാക്കും. ഇവ തിരിച്ചറിയാനായി പിങ്ക് നിറത്തിലുള്ള ബോർഡ് പ്രദർശിപ്പിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം വാക്സിനേഷൻ സംഘത്തെ നിയോഗിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താനാകാത്ത കുട്ടികൾക്ക് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്തും വാക്സിൻ സ്വീകരിക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാക്സിൻ എടുത്തവരുടെയും എടുക്കാത്തവരുടെയും കണക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നൽകും. ഇത് ആരോഗ്യവകുപ്പിന് കൈമാറും. കുട്ടികളുടെ വാക്സിനേഷൻ സുഗമമായി നടത്തുന്നതിനായി മുതിർന്നവരുടെ കുത്തിവയ്പ് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ജനറൽ, ജില്ലാ, താലൂക്ക് ആശുപത്രികളിലും CHCകളിലും ബുധനാഴ്ചയും ഞായറാഴ്ചയും ഒഴികെയുള്ള ദിവസങ്ങളിലും പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലും മാത്രമാകും മുതിർന്നവരുടെ വാക്സിനേഷൻ. മുതിർന്നവരുടെ വാക്സിനേഷൻ കേന്ദ്രം തിരിച്ചറിയാനായി നീല നിറത്തിലുള്ള ബോർഡും സ്ഥാപിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഒരു മന്ത്രിമന്ദിരം കൂടി പണിയാൻ സർക്കാർ തീരുമാനം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വസതിയായ റോസ് ഹൗസ് വളപ്പിലായിരിക്കും പുതിയ മന്ദിരം. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരുണ്ടെങ്കിലും ഔദ്യോഗിക വസതികൾ 20 ഉള്ളൂ. വാടക വീട്ടിൽ കഴിയുന്ന മന്ത്രി വി അബ്ദുറഹ്മാനു വേണ്ടിയാണ് പുതിയ മന്ദിരം പണിയുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് വളപ്പിൽ 7 മന്ത്രിമന്ദിരങ്ങൾ കൂടിയുണ്ട്. പ്രശാന്ത്, പെരിയാർ, പൗർണമി, അശോക, നെസ്റ്റ്, പമ്പ, എസൻഡൈൻ,
പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസ് വളപ്പിലുള്ളത് 4 മന്ത്രിമന്ദിരങ്ങളാണ്. കാവേരി, ഗംഗ, നിള, ഗ്രേസ്. രാജ്ഭവന് സമീപം മൻമോഹൻ ബംഗ്ലാവും അജന്തയും കൗടിയാർ ഹൗസുമുണ്ട്. നന്ദൻകോട് 2ഉം വഴുതയ്ക്കാട് 3ഉം മന്ത്രിമന്ദിരങ്ങളുണ്ട്. അബ്ദുറഹിമാൻ ഒഴികെയുള്ള മന്ത്രിമാർക്കെല്ലാം ഔദ്യോഗിക വസതിയുണ്ട്. കഴിഞ്ഞ സർക്കാരിൽ ബന്ധുനിയമന വിവാദത്തിലെ രാജിക്ക് ശേഷം തിരിച്ചെത്തിയ ഇ.പി. ജയരാജനും ഔദ്യോഗിക വസതി ലഭിച്ചിരുന്നില്ല. ജയരാജൻ താമസിച്ചിരുന്ന സാനഡു അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പകരക്കാരൻ എം.എം. മണിക്ക് നൽകിയിരുന്നു. 2ാം വരവിൽ ജയരാജൻ താമസിച്ചിരുന്ന വഴുതയ്ക്കാട് വാടക വീട്ടിലാണ് അബ്ദുറഹിമാൻ ഇപ്പോൾ താമസിക്കുന്നത്. ഭീമമായ വാടകയും മറ്റ് ചെലവുകളും ഒഴിവാക്കാനാണ് ഒരു മന്ത്രിമന്ദിരം കൂടി പണിയാൻ സർക്കാർ തീരുമാനിച്ചത്. വിശാലമായ റോസ് ഹൗസ് വളപ്പിലെ ഒരു ഭാഗത്താവും പുതിയ മന്ത്രിമന്ദിരം. മന്ത്രിക്കുള്ള ഔദ്യോഗിക വസതി നിർമ്മാണത്തിനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് റോസ് ഹൗസിന്. ആദ്യ EMS സർക്കാരിന്റെ കാലത്ത് TV തോമസ് ആയിരുന്നു റോസ് ഹൗസിലെ താമസക്കാരൻ. ഒരു മതിലിനപ്പുറം സാനഡുവിൽ KR ഗൗരിയമ്മയും. റോസ് ഹൗസിലെ ഔട്ട് ഹൗസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്താണ് പുതിയ മന്ത്രിമന്ദിരം പണിയാൻ സർക്കാർ ആലോചിക്കുന്നത്. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. റോസ് ഹൗസിൽ നിന്നും അരുൺ പാലോടിനൊപ്പം VV അരുൺ, ന്യൂസ് 18. കോവളത്ത് സ്വീഡിഷ് പൗരനെ അപമാനിച്ച സംഭവത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ന് നടപടിയുണ്ടാവും. പ്രിൻസിപ്പൽ SI അനീഷിനും പരിശോധനയിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുമാവും നടപടി. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. സംഭവത്തിൽ കോവളം സ്റ്റേഷനിലെ ഗ്രേഡ് SI ഷാജിയെ ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരുന്നു. തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പ്രദേശവാസികളായ ചിലർ കയ്യേറിയെന്ന സ്റ്റീവന്റെ പരാതിയിലും പോലീസിന്റെ പരിശോധനയുണ്ടാവും. സ്റ്റീവന്റെ പരാതി അന്വേഷിക്കാൻ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മന്ത്രി വി ശിവൻകുട്ടിയാണ് നിർദ്ദേശം നൽകിയത്. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനം. ശബരിമലയിൽ തിരക്കേറുന്നു. ഇന്ന് ഇതുവരെ 12,000 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇന്നലെ 43,000 പേരാണ് മല ചവിട്ടിയത്. മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് കൂടുതൽ പേർക്ക് പ്രവേശനം അനുവദിച്ചത് മുതലാണ് സന്നിധാനത്ത് തിരക്കേറിയത്. ജി ശ്രീത്തിന്റെ റിപ്പോർട്ട്. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. ഇന്നലെ പുതുവർഷ ദിനത്തിൽ ഏതാണ്ട് 43,000 പേരാണ് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ ഇതുവരെ ഏതാണ്ട് 15,000 പിന്നിട്ടിരിക്കുന്നു ശബരിമലയിലെ ഭക്തരുടെ എണ്ണം. ഏതാണ്ട് പൂർണ്ണ സമയവും ഈ ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ്. പുലർച്ചെ 4 മണി മുതൽ തന്നെ ഈ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. നടപ്പന്തലിലും സമാനമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഞായറാഴ്ചയാണ്. ഇന്ന് കൂടുതൽ ഭക്തർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡും മറ്റും ഉള്ളത്. അതിനുള്ള സജ്ജീകരണങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് 5,000 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. കൂടുതൽ മുറികളും മറ്റും തുറന്നു കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മകരവിളക്കിന് മുന്നോടിയായി കൂടുതൽ ഭക്തരുടെ എണ്ണം കൂടുമെന്ന പ്രതീക്ഷയാണുള്ളത്. 31-ാം തീയതി 46,000 പേരാണ് ദർശനം നടത്തിയത്. ഇന്നലെ 43,000 പേർ എത്തി. ഇന്ന് അതിലും ഒരുപക്ഷെ കൂടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്. മലയാളികളായ തീർത്ഥാടകരൊക്കെ കൂടുതലായി എത്താനുള്ള സാധ്യത ഉള്ള ദിവസം കൂടിയാണ്. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ തന്നെയാണ് ശബരിമലയിൽ കൂടുതലായി ഈ സമയത്തും എത്തുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പോലീസും വിവിധ തലങ്ങളിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് രാത്രി 7 മണി വരെ നിലയ്ക്കൽ നിന്ന് കടത്തിവിടുന്ന സാഹചര്യമുണ്ട്. സ്പോട്ട് രജിസ്ട്രേഷൻ എത്തുന്നവർക്കെല്ലാം നൽകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഏതാണ്ട് ഒരു കണക്ക് 60,000 പേർക്ക് ഒരു ദിവസം ദർശനമെന്ന് പറഞ്ഞാൽ പോലും അത്രത്തോളം ആളുകൾ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വരുന്നവർക്കൊക്കെ ദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്ന നിലപാട് തന്നെയാണ് ദേവസ്വം ബോർഡിനും പോലീസിനും ഉള്ളത്. എന്തായാലും ശബരിമലയിൽ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് ഓരോ ദിവസവും കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധത്തിൽ 2 മുഖ്യപ്രതികൾ കൂടി അറസ്റ്റിലായി. ആലപ്പുഴ സ്വദേശികളായ ഇവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ കേസിലാകെ പിടിയിലായവരുടെ എണ്ണം 11 ആയി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പ്രതികളാണ് ഇതുവരെ പിടിയിലായത്. നേരത്തെ പിടിയിലായ മുഖ്യപ്രതികളായ അനൂപ്, ജസീബ് എന്നിവരെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കൊലയാളി സംഘത്തിന് വ്യാജരേഖ ചമച്ച സിം കാർഡുകൾ തരപ്പെടുത്തിയ പുന്നപ്ര സ്വദേശിയും വഞ്ചന കുറ്റത്തിന് അറസ്റ്റിലായിട്ടുണ്ട്. അരിവില കുറയ്ക്കാൻ ഭക്ഷ്യവകുപ്പിന്റെ ഇടപെടൽ. റേഷൻ കാർഡ് ഉടമകൾക്ക് 10 കിലോ അരി കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. റേഷൻ കടകൾ വഴിയുള്ള പച്ചരിയുടെ വിഹിതവും വർദ്ധിപ്പിച്ചു. ആന്ധ്ര ജയ, സുരേഖ, ബോണ്ടാലു തുടങ്ങിയ ഇനത്തിലെ അരികളാവും റേഷൻ കടകൾ വഴി ലഭ്യമാക്കുക. വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന പൊതുവിഭാഗത്തിന് 10 കിലോ അരി ഈ മാസം ലഭ്യമാക്കും. ഇതിൽ 7 കിലോഗ്രാം അരി 10 രൂപ 90 പൈസ നിരക്കിലും 3 കിലോഗ്രാം 15 രൂപ നിരക്കിലും ലഭ്യമാക്കുന്നതാണ്. നീല കാർഡ് ഉടമകൾക്ക് 3 കിലോഗ്രാം അരി 15 രൂപ നിരക്കിൽ അധികമായും ലഭിക്കും.
കൂടാതെ ബ്രൗൺ കാർഡുള്ള അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് 5 കിലോഗ്രാം അരി ലഭ്യമാക്കും. ഇതിൽ 2 കിലോഗ്രാം അരി 10 രൂപ 90 പൈസ നിരക്കിലും 3 കിലോഗ്രാം 15 രൂപ നിരക്കിലുമാണ് ലഭിക്കുക. അരിവില കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷ്യവകുപ്പിന്റെ ഇടപെടൽ. 2022 നമ്മുടെ പൊതുവിതരണ രംഗത്ത് വലിയ മാറ്റമുണ്ടാകുന്ന വർഷമായിരിക്കും. വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന പൊതുവിഭാഗത്തിന് ഈ പുതുവർഷത്തിൽ ഈ മാസം 10 കിലോ അരി ലഭ്യമാക്കും. ഇതിൽ 7 കിലോഗ്രാം അരി 10 രൂപ 90 പൈസയ്ക്കും 3 കിലോഗ്രാം 15 രൂപ നിരക്കിലുമാണ് നൽകാൻ പോകുന്നത്. ഈ മാസം മുതൽ പച്ചരിയും പുഴുക്കലരിയും തുല്യ അളവിൽ എല്ലാ വിഭാഗം സ്റ്റോക്കുകളിലും ലഭ്യമാക്കും. നിലവിൽ FCIയിൽ നിന്നുള്ള പൊതുവിതരണത്തിനായി ലഭ്യമാകുന്ന സോണ മസൂരി റൈസ് ഇനത്തിന് പകരം സംസ്ഥാനത്ത് കൂടുതലായി ഉപയോഗിക്കുന്ന ആന്ധ്രാജയ, സുരേഖ, ബോണ്ടാലു തുടങ്ങിയ ഇനങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കും. എല്ലാ വിഭാഗത്തിനും ഈ അരികൾ ലഭ്യമാക്കാൻ FCIയുമായി ധാരണയിലായതായി ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ പ്രധാനമന്ത്രി ഇന്ന് വീണ്ടും ഉത്തർപ്രദേശിലെത്തും. മീററ്റിൽ സ്ഥാപിക്കുന്ന സർവകലാശാലയുടെ നിർമ്മാണ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടതില്ലെന്ന കമ്മീഷൻ നിലപാടിനെ തുടർന്നാണ് കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ തിരക്കിട്ട് നിർവഹിക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ കൊണ്ട് മുഖം മിനുക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന BJP മറ്റൊരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം കൂടി ഇന്ന് നിർവഹിക്കുകയാണ്. കായിക മേഖലയെ നവീകരിക്കാനായി കായിക സർവകലാശാലയുടെ നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മീററ്റിൽ നിർവഹിക്കും. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ പേരാണ് സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുന്നത്. 700 കോടി രൂപ ചെലവിലാണ് സർവകലാശാല സ്ഥാപിക്കുന്നത്. സിന്തറ്റിക് ഹോക്കി ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഹാൻഡ്ബോൾ, കബഡി എന്നിവയ്ക്കായി പ്രത്യേക മൈതാനങ്ങൾ എന്നിവ ക്യാമ്പസിൽ തയ്യാറാക്കും. 540 സ്ത്രീകളും 540 പുരുഷ കായിക താരങ്ങളും ഉൾപ്പെടെ 1080 കായിക താരങ്ങൾക്ക് പരിശീലനം നൽകാനുള്ള ശേഷി സർവകലാശാലയ്ക്കുണ്ട്. ഡിസംബർ അവസാനം 10 ദിവസത്തിനിടെ 4 തവണ പ്രധാനമന്ത്രി UP സന്ദർശിച്ചിരുന്നു. ഒമിക്രോൺ കോവിഡ് സാഹചര്യത്തിലും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടതില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉത്തർപ്രദേശിൽ സന്ദർശനം നടത്തിയ ശേഷം വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ തിരക്കിട്ട് നിർവഹിക്കുന്നത്. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം ഇന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും കൊച്ചി കപ്പൽശാലയിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പലായ വിക്രാന്ത് സന്ദർശിക്കും. തുടർന്ന് കാക്കനാടുള്ള DRDOയുടെ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യോനാഗ്രഫിക് ലബോറട്ടറി സന്ദർശിക്കും. ടോയ് എറന്റ് ഇന്റഗ്രേഷൻ ഫെസിലിറ്റിയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. നാളെ കൊച്ചിയിൽ നിന്നും കോട്ടയത്തെത്തുന്ന ഉപരാഷ്ട്രപതി മന്നാനം സെന്റ് എംഫ്രേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെന്റ് കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ 150ാം ചരമവാർഷിക ചടങ്ങിൽ മുഖ്യാതിഥിയാവും. ഉച്ചയോടെ അദ്ദേഹം കൊച്ചിയിൽ തിരിച്ചെത്തും. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ കോഴിക്കോട് ബീച്ച്. ഒരു മാസത്തിനിടെ ഇവിടെ ഉണ്ടായത് 3 മുങ്ങി മരണങ്ങളാണ്. കോഴിക്കോട് ബീച്ചിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഉണ്ടായത് 3 അപകട മരണങ്ങൾ, അതും 3 കുട്ടികൾ. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണം. ബീച്ചിൽ ആകെയുള്ളത് 4 ലൈഫ് ഗാർഡുകൾ മാത്രമാണ്. ലയൺസ് പാർക്കിനടുത്താണ് അപകടങ്ങളേറെയും. ഈ ഭാഗത്ത് ഗാർഡുകളുടെ സാന്നിധ്യം പോലും ഉണ്ടാകാറില്ല. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരങ്ങൾ ബീച്ചിലെത്തിയപ്പോഴും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഒരുക്കിയിരുന്നില്ല. ഇവിടെ നല്ല തിരക്കുണ്ട്. ആ തിരക്കിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും വീക്കെൻഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവും. പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ലൈഫ് ഗാർഡ്സിന് കാണാനില്ല. ജാക്കറ്റ് ഒന്നും ഇട്ടിട്ട് അങ്ങനെ ആരും കാണുന്നില്ല. കുട്ടികളൊക്കെ കടലിൽ തന്നെയാണ്. ലോക്ഡൌണിൽ ഇളവുകൾ വന്നതോടെ സന്ദർശകരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ബീച്ച് നവീകരണം നടത്തിയെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിൽ ടൂറിസം വകുപ്പ് വലിയ വീഴ്ച വരുത്തുന്നതായാണ് ആക്ഷേപം. ഈ അലംഭാവം ഇനിയും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പാരമ്പര്യ തനിമ നിറഞ്ഞ കേരളത്തിലെ ആദ്യ കലാലയമായ CMS കോളേജിന് ഇനി ചുവർ ചിത്ര ഭംഗിയും. കോളേജിലെ ലൈബ്രറിക്കൊപ്പം ആണ് ചുവർ ചിത്രങ്ങൾ ഇടം പിടിക്കുന്നത്. ചരിത്രമേറെ പറയാനുണ്ട് CMS കോളേജിന്. അതിന് ഇനി ചുമർ ചിത്രത്തിന്റെ ഭംഗി കൂടിയുണ്ടാകും.
കോളേജിലെ ലൈബ്രറിയിലാണ് ചുമർ ചിത്രങ്ങൾ ഒരുങ്ങുന്നത്. ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലെ ചിത്രകലാ വിഭാഗ തലവനായ സാജു തുരുത്തിൽ ഉൾപ്പെടെ നിരവധി കലാകാരന്മാർ അശ്രാന്ത പരിശ്രമത്തിലാണ് ഇവിടെ. CMS കോളേജിന്റെ ചരിത്രം, ഈ 200 വർഷത്തെ ചരിത്രത്തിൽ കോളേജിന്റെ ഒറിജിൻ മുതൽ 1817 CMS കോളേജ് വരുമ്പോൾ ഇന്ത്യയിൽ സർവകലാശാലകളില്ല. അപ്പോൾ അത് അന്ന് സ്ഥാപിതമായത് കോളേജാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്ന് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ സിലബസ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആയിരുന്നു. പ്രധാനമായിട്ട് ഗണിതശാസ്ത്രത്തിലും ഭൂമിശാസ്ത്രത്തിലുള്ള സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അത് ഇപ്പോൾ ഈ ചിത്രത്തിൽ തന്നെ ആ ഒരു തീമാണ് പ്രധാനമായിട്ട് കൊടുത്തത്. പക്ഷേ ആ തീമിൽ തന്നെ ചിത്രകാരന്മാർ അവരുടെ ഭാവന അനുസരിച്ച് അത് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചിത്രങ്ങളും അതുപോലെ തന്നെ ഈ ചരിത്രവുമായിട്ട് CMS കോളേജിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഇതിൻ്റെ നാൾ വഴികൾ രേഖപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പദ്ധതിയുടെ അവസാന ഘട്ടമായി ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിലായി 6 ശില്പങ്ങൾ കൂടി സ്ഥാപിക്കും. ന്യൂസ് 18 കോട്ടയം. CH സെന്ററിന്റെ കീഴിൽ മലപ്പുറത്ത് ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഓൺലൈനിലൂടെയാണ് കേന്ദ്രം നാടിന് സമർപ്പിച്ചത്. പുൽപ്പറ്റ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭാര്യ PC സൈനബ ഹജുമ്മ സൗജന്യമായി നൽകിയ 1 ഏക്കർ 30 സെന്റ് സ്ഥലത്താണ് ഡയാലിസിസ് സെന്റർ ഉയർന്നത്. കെട്ടിട നിർമ്മാണത്തിന് 3 കോടിയും ഡയാലിസിസ് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്നതിന് 2 കോടിയിലധികം രൂപയും ചെലവഴിച്ചു. 21 മെഷീനുകൾ സജ്ജമാക്കാനാണ് ലക്ഷ്യം. ഇതിലൂടെ ഒരു ദിവസം 42 പേർക്ക് ഡയാലിസിസ് ചെയ്യാനാകും. ആദ്യഘട്ടത്തിൽ 10 മെഷീനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങളും മുസ്ലിം ലീഗിലെ പ്രമുഖ നേതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഇതെല്ലാവരുടേതുമാണ്. ഇതൊരിക്കലും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഇത് മാത്രമാണ് എന്ന് നമുക്ക് പറയുന്നില്ല. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടേതുമാണ് മുസ്ലിം ലീഗിന്റെ ഓരോ ജനസേവന കേന്ദ്രവും എന്ന് പറയുന്നതിൽ നമുക്കേറെ അഭിമാനമുണ്ട്. CH സെന്റർ PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട രോഗികൾക്ക് ഇവിടെ പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനാകും. ഇതിനുവേണ്ടി പ്രതിമാസം 18 ലക്ഷം രൂപയോളം ചെലവ് കണക്കാക്കുന്നുണ്ട്. ചികിത്സയ്ക്ക് സമീപിക്കുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയും സാഹചര്യങ്ങളും പരിശോധിച്ചാകും പ്രവേശനം. ന്യൂസ് 18 മലപ്പുറം.